ഹായ് എടാ എങ്ങനെയുണ്ട്? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സൊക്കെ കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് എന്താണെന്ന് പഠിച്ചു അല്ലേ? ഒരു കമ്പനിയിൽ അതിൻ്റെ ഫണ്ട്സ് മാനേജ് ചെയ്യുക അവിടുത്തെ ഫൈനാൻസ് മാനേജർ ആയിരിക്കും. ആ ഫൈനാൻസ് മാനേജറിൻ്റെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. എ ഉണ്ടാവും, ബി ഉണ്ടാവും, സി ഡി ഇങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് മുന്നിലുണ്ടാവും. അതിൽ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ്? എയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, സിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നല്ല രീതിയിൽ കമ്പനിക്ക് ഫ്യൂച്ചറിൽ പ്രൊഫിറ്റബിൾ ആയിട്ടുള്ള റിട്ടേൺ കിട്ടുകയെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് ടൂൾസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ലൈഫിനെ നമ്മൾ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് ഇയർ 0 അതായത് ഇൻവെസ്റ്റ്മെന്റ് പീരീഡിൽ എന്തൊക്കെ ഐറ്റംസ് വരുന്നു പഠിച്ചു. അതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് ലൈഫിൽ എന്തൊക്കെ ഐറ്റംസ് വരുന്നു പഠിച്ചു. എൻഡ് ഇയറിൽ ലാസ്റ്റ് ഇയറിൽ എന്തൊക്കെ ഐറ്റം വരുന്നു നമ്മൾ പഠിച്ചു അല്ലേ? സോ അത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് റീവാച്ച് ചെയ്യുക. എന്നിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഇൻഡിവിജ്വൽ സെഷൻ എടുത്തിട്ട് പറഞ്ഞുതരാം. ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഫൈനാൻസ് മാനേജറിന്റെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഏത് ഓപ്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് ഓപ്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നല്ല രീതിയിൽ റിട്ടേൺ കിട്ടാറ്. ഇനി നിങ്ങളുടെ മുന്നിൽ വരുന്ന ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിരുന്ന ഒരു ഫിനാൻസ് മാനേജറിന്റെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. എ ഉണ്ടാവും, ബി ഉണ്ടാവും, സി ഉണ്ടാവും, ഡി ഉണ്ടാവും അല്ലെ? അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടാവും എന്ന് പറയും. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും എല്ലാത്തിലും കൂടി അങ്ങ് ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ, പ്രശ്നം തീർന്നില്ലേ? എടാ, ഒരു കമ്പനീൻ്റെ അടുത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ റിസോഴ്സസേ ഉണ്ടാവുള്ളൂ, ലിമിറ്റഡ് ആയിട്ടുള്ള ഫണ്ടേ ഉണ്ടാവുള്ളൂ. ആ ലിമിറ്റഡ് ഫണ്ട് യൂസ് ചെയ്തിട്ട് ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താലാണ് ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺ ഉണ്ടാവുക. അല്ലാതെ ലോകത്തുള്ള എല്ലാ ഫണ്ടിലും അങ്ങ് ഇൻവെസ്റ്റ് ചെയ്താൽ പോരെന്ന് വയ്ക്കും. അങ്ങനെ പറ്റുമോ? ഒരു കമ്പനിയുടെ അടുത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ റിസോഴ്സസേ ഉണ്ടാവുള്ളൂ. സോ ആ ലിമിറ്റഡ് ഫണ്ട്, നമ്മുടെ അടുത്തുള്ള ആ ലിമിറ്റഡ് ഫണ്ട് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കുക, അങ്ങനെയാണ് കമ്പനീസ് ചിന്തിക്കുക. ഓക്കെ, സോ അതെങ്ങനെ, ഏത് ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുക, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് ടൂൾസോ മെത്തേഡ്സോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ആദ്യത്തെ മെത്തേഡാണ് എന്ത്? പേ ബാക്ക് പീരീഡ് മെത്തേഡ്. പേ ബാക്ക് പീരീഡ് മെത്തേഡ്. ഓക്കെ, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് ഓപ്പർച്യൂണിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് അനലൈസ് ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ മെത്തേഡാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. പേര് പോലെ തന്നെ നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് ഇയർ 0 ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പീരീഡ് ആണ്. അതായത് നമ്മളുടെ അടുത്തുനിന്ന് എമൗണ്ട് പോവുകയാണ്, നമ്മൾ പേ ചെയ്യാണ്. നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട്, അതായത് ആ ഇയർ 0 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്ര പീരീഡ് കൊണ്ടാണ്, എത്ര കാലം കൊണ്ടാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്, ബാക്ക് പേ ചെയ്യുന്നത്, നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് പേ ബാക്ക്. ഓക്കെ, അത് എത്ര കാലം കൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, പേ ചെയ്യുന്ന എമൗണ്ട് എത്ര പീരീഡ് എടുത്തിട്ടാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്. ഇതാണ് ഈ ഒരു മെത്തേഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അടുത്തൊരു 5 to 10 മിനിറ്റ് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ സിമ്പിളാണ്. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇയർ 0 ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്ര കാലം കൊണ്ടാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഞാൻ ആ ഇയർ 0 വരുന്ന എമൗണ്ട്സിനെ ഞാൻ എന്ത് ചെയ്യാം, റെഡിൽ ഡിനോട്ട് ചെയ്യാം. അതായത് ഇയർ 0 ലെറ്റ്സ് സേ ഇയർ 0 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് 100K ആണ്. 100K ആണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് വരുന്ന ഇയേഴ്സിൽ നമുക്ക് വരുന്ന ഇൻഫ്ലോസ് ഇല്ലേ, അതിനെ ഞാൻ എന്ത് ചെയ്യുക, യെല്ലോയിൽ മാർക്ക് ചെയ്യാം. ഇയർ 1 എനിക്കൊരു 20,000 വന്നു. ഇയർ 2 എനിക്കൊരു 20,000 വന്നു. ഫുൾ 20,000 തന്നെ ആയിക്കോട്ടെ. ഇയർ 3 20,000, ഇയർ 4 20,000, ഇയർ 5 20,000, ഇയർ 6 20,000. അപ്പം ഞാൻ ചോദിക്കുകയാണ് ഇവിടെ, നമ്മളുടെ പേ ബാക്ക് പീരീഡ് എത്രയാണ്? അതായത് നമ്മൾ ആദ്യം ആ ഒരു ഇയർ 0 ഇൻവെസ്റ്റ് ചെയ്ത $100,000 നമ്മൾ തിരിച്ചു പിടിക്കുന്നത് എന്നാണ്? ആലോചിച്ച് നോക്ക്. നമ്മൾ ഇയർ 1 നമുക്ക് 20,000 കിട്ടി, ഇയർ 2 നമുക്ക് 20,000 കിട്ടി, ഇയർ 3 കിട്ടി, ഇയർ 4 കിട്ടി, ഇയർ 5 കിട്ടി. ഇപ്പം ടോട്ടൽ എത്രയായി? ഇപ്പം ടോട്ടൽ നമുക്ക് 100K കിട്ടി. ഇയർ 6 നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇയർ 5 തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മളിലേക്ക് തിരിച്ചു കിട്ടി. സോ നമ്മളുടെ പേ ബാക്ക് പീരീഡ് എത്രയാണ് ഇവിടെ? അതായത് ഇയർ 0 ആ 100K മാച്ച് ചെയ്യുന്ന ഇൻഫ്ലോ എത്ര ഇയേഴ്സ് ആകുമ്പോൾ, എത്ര പീരീഡ് ആകുമ്പോഴാണ് കിട്ടുക,
അത്ര പീരീഡാണ് നമ്മൾ എന്ത് പേ ബാക്ക് പീരീഡ്. ഇവിടെ എത്രയാണത് 5 ഇയേഴ്സ് ആണ് അല്ലേ, 5 ഇയേഴ്സ്. അതായത് 5 ഇയേഴ്സിന് നമ്മളുടെ ഇൻഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100K വാല്യൂ ആണ്. 20,000 പ്ലസ് 20,000 പ്ലസ് 20,000 പ്ലസ് 20,000 പ്ലസ് 20,000 5 20,000 ചേരുമ്പോൾ 100,000 ആയി. അതായത് 5 വർഷമാണ് നമ്മളുടെ പേ ബാക്ക് പീരീഡ്. നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത 100K നമുക്ക് തിരിച്ചു കിട്ടുന്നത് എപ്പോഴാണ്? 5 വർഷം കഴിയുമ്പോഴാണ്. ഓക്കെ. ആൻഡ് ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾക്കറിയാം പൈസേന്റെ മൂല്യം എല്ലാ വർഷം കൂടുമ്പോഴും കുറഞ്ഞുകൊണ്ട് വരും അല്ലേ, കുറഞ്ഞുകൊണ്ട് വരും. അതിനാണ് നമ്മൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊക്കെ അടുത്ത മെത്തേഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പൈസയുടെ മൂല്യം, അതായത് ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ കൺസിഡർ ചെയ്യും. ഈ മെത്തേഡിൽ നമ്മളത് കൺസിഡർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഭയങ്കര സിമ്പിളാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ക്വസ്റ്റ്യനിൽ തരുന്ന അതേ എമൗണ്ട് എടുത്താൽ മതി. അതിൻ്റെ മേലെ നമ്മൾ ടൈം വാല്യൂവിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നമുക്കൊന്നുകൂടെ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്ക്. അപ്പം നിങ്ങൾക്കും എന്താവാം, കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഇയർ 0-ൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് 200K ആണ്, 200K ആണ്. ഓക്കെ. ആൻഡ് ഇയർ 1-ൽ നമ്മൾക്ക് വരുന്ന ഇൻഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 50,000 ആണ്. ഇയർ 2-ൽ നമ്മൾക്ക് വരുന്ന ഒരു ഇൻഫ്ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 lakh ആണ്, അതായത് 100,000 ആണ്. ആൻഡ് ഇയർ 3-ൽ അതൊരു 30,000 ആണ്. ഇയർ 4-ൽ ലെറ്റ്സ് സേ 10,000 ആണ്. ഇയർ 5-ൽ 10,000 ആണ്. ഇയർ 6-ൽ 10,000. ഇയർ 6-ൽ ഒരു 20,000. ഇയർ 7-ൽ ഒരു 30,000. എത്ര വർഷം കൊണ്ടാണ്, എത്ര പീരീഡിനെ കൊണ്ടാണ്, പീരീഡ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഇയർ ആണ്, എത്ര ഇയറിനെ കൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു 20,000 അല്ല 200,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 200,000 നമ്മളുടെ ബിസിനസ്സിലേക്ക് തിരിച്ചു വരുന്നത്, ബാക്കായി വരുന്നത്? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. 200,000 എത്ര വർഷം കൊണ്ടാണ് തിരിച്ചു വരുന്നത്? ആലോചിച്ച് നോക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തോ. ഫസ്റ്റത്തെ ഇയറിൽ നമുക്ക് എത്ര കിട്ടി? 50,000 കിട്ടി. സെക്കൻഡ് ഇയറിൽ നമുക്ക് എത്ര കിട്ടി? 100,000 കിട്ടി. അപ്പോൾ 100 പ്ലസ് 50,000 150,000 ആയി. ഇനി അടുത്ത വർഷം മൂന്നാമത്തെ വർഷം 30,000 കൂടെ ആയി. അപ്പോൾ എത്രയായി? 180,000 ആയി. അടുത്ത വർഷം 10,000 190,000 ആയി. അടുത്ത വർഷം എത്രയായി? ഒരു 10,000 കൂടി എത്രയായി? 200,000 ആയി. അതായത് നമ്മൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത 200,000 നമ്മൾക്ക് എപ്പോൾ കിട്ടി? നമ്മളുടെ 5th ഇയറിൽ കിട്ടി. 5th ഇയറോടെ നമ്മൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത ഇയർ 0-ൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? തിരിച്ചു പിടിച്ചു. നമുക്ക് തിരിച്ച് കിട്ടി. ഓക്കെ, 200,000. അപ്പോൾ നമ്മളുടെ പേ ബാക്ക് പീരീഡ് എത്രയാ? പേ ബാക്ക് പീരീഡ് എത്രയാ? 5 ഇയേഴ്സ് അല്ലേ? 5 ഇയേഴ്സ്. നേരത്തെയും 5 ഇയേഴ്സ് തന്നെയായിരുന്നു, ഇപ്പോഴും 5 ഇയർ തന്നെയാണ്. ഇനി അടുത്തത് ചെയ്തോ. 350,000 ആണ്. 350,000 ആണ് നമ്മൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇയർ 0-ൽ. ഇയർ 1-ൽ നമ്മൾക്ക് 100K ഉണ്ടായിരുന്നു. ഇയർ 2-ലും നമ്മൾക്ക് 100K ഉണ്ട്. ഇയർ 3-ൽ നമുക്ക് 50K ആണ്. ഇയർ 4-ൽ നമുക്ക് 100K ഉണ്ട്. ഇയർ 5-ലും 200K ഉണ്ട്. ഇയർ 6-ൽ 50K ആണ്. വേഗം കണ്ടുപിടിച്ചോ, എത്രയാണ് പേ ബാക്ക് പീരീഡ് വരിക? എത്രയാണ് പേ ബാക്ക് പീരീഡ് വരിക? വേഗം വേഗം, ഒരു മിനിറ്റ് കൊണ്ട് തന്നെ കണ്ടുപിടിക്കാമല്ലോ. ജസ്റ്റ് ഒരു കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലേ. സോ ഇയർ 1-ൽ നമ്മൾക്ക് ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്തത് എത്ര? 350K ആണ് ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്തത്. സോ പേ ബാക്ക് പീരീഡിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എത്ര ഇയേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത ആ 350K നമ്മൾ തിരിച്ചു പിടിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. ഓക്കെ. സോ ഇയർ 1-ൽ 100K, ഇയർ 2-ൽ 100K. ഇപ്പോൾ ടോട്ടൽ നമ്മൾ എത്ര തിരിച്ചു പിടിച്ചു? 200K തിരിച്ചു പിടിച്ചു. ഇയർ 3-ൽ 50, അപ്പോൾ എത്രയായി? 250 നമ്മൾ തിരിച്ചു പിടിച്ചു. ഇയർ 4-ൽ 100, 250 പ്ലസ് 100 350K. സോ 4 വർഷം കൊണ്ട് നമ്മൾ ചിലവാക്കിയിട്ടുള്ള, നമ്മൾ പേ ചെയ്തിട്ടുള്ള, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 350K നമ്മൾ എന്ത് ചെയ്തു? ബിസിനസ്സിലേക്ക് തിരിച്ചു വന്നു. സോ ഇവിടെ നമ്മളുടെ പേ ബാക്ക് പീരീഡ് എത്രയാ? ഇവിടെ നമ്മളുടെ പേ ബാക്ക് പീരീഡ് എത്രയാ? 4 ഇയേഴ്സ് അല്ലേ? 4 ഇയേഴ്സ്. 4 ഇയേഴ്സ്. ഇത്രയും നേരം നിങ്ങൾക്ക് കിട്ടിയ ആൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഇയേഴ്സ് 3 ഇയേഴ്സ് 4 ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഇയേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് കുറച്ച് ഫ്രാക്ഷൻ വരും. 3.5
4.5. എപ്പോഴും നമ്മൾ പറയും പോലെ 4 വർഷം കറക്റ്റിൽ കിട്ടും, 3 വർഷം കറക്റ്റിൽ നമുക്ക് പേ ബാക്ക് കിട്ടും എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ബിസിനസ്സാണ്, അതിൻ്റെ ക്യാഷ് ഫ്ലോസ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പം അതിനനുസരിച്ച് ചിലപ്പം എന്തുണ്ടാവും 4.5 ഇയേഴ്സ്, 4.2 ഇയേഴ്സ്, അങ്ങനത്തെ രീതിയിലുള്ള കണക്കുകളും വരാറുണ്ട് അല്ലേ, അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പം നമുക്കിനി അങ്ങനത്തതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇയർ 0-ൽ നമ്മളുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100K ആണെന്ന് വിചാരിക്കാം. ആൻഡ് അടുത്ത ഇയേഴ്സിലായിട്ട് നമ്മൾക്ക് വരുന്ന ക്യാഷ് ഫ്ലോസ് ഇയർ 1-ൽ 50K വന്നു, ഇയർ 2-ൻ്റെ അകത്ത് ലെറ്റ്സ് ഒരു 30K വന്നു, ഇയർ 3-ൽ ഒരു 50K വന്നു, ഇയർ 4-ൽ 60K വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ക്യാഷ് ഫ്ലോസ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേ ബാക്ക് മെത്തേഡ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക, അല്ലെങ്കിൽ പേ ബാക്ക് പീരീഡ് ഒന്ന് കണ്ടുപിടിച്ച് നോക്ക്. പെട്ടെന്ന് തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്ക്. എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കൂടെ കേട്ടിട്ട് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ, പറ്റുന്നുണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യനെ കൊണ്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇവിടെ ഇയർ 0-ൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് 100K ആണ്. അതായത് നമുക്ക് 100K ആണ് തിരിച്ച് കിട്ടാനായിട്ടുള്ള, അല്ലെങ്കിൽ തിരിച്ച് പിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം നോക്കുക, ഫസ്റ്റത്തെ ഇയറിൽ എനിക്ക് എത്ര കിട്ടി? 50 കിട്ടി. എനിക്ക് എത്ര കിട്ടി? എനിക്ക് 100 ആണ് എത്തിക്കേണ്ടത്. ഫസ്റ്റത്തെ ഇയറിൽ എനിക്ക് 50 കിട്ടി. സെക്കൻഡ് ഇയറിൽ എനിക്ക് 30K ആണ് എനിക്ക് വന്നിട്ടുള്ള ഇൻഫ്ലോ. അപ്പോൾ 30 + 50 എത്രയായി? ടോട്ടൽ 80 ആയി. ഇനി എനിക്ക് എത്രയും കൂടിയാണ് വേണ്ടത്? ഇനി എനിക്കൊരു 20 കൂടി വേണം അല്ലേ, 100 ആവാൻ 20 കൂടി വേണം. പക്ഷേ അടുത്ത വർഷം നോക്കുമ്പോൾ എനിക്ക് അവിടെ 50K എന്തുണ്ട്? എനിക്ക് ഇൻഫ്ലോ ആയിട്ടുണ്ട്. 50K ആ വർഷം എനിക്ക് ഇൻഫ്ലോ ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എനിക്ക് 15ൻ്റെ ആവശ്യമുണ്ടോ? എനിക്ക് എന്തേ ആവശ്യമുള്ളൂ? എനിക്കിവിടെ 20ൻ്റെ ആവശ്യമുള്ളൂ, 15ൻ്റെ ആവശ്യമില്ല. സോ ഞാൻ എന്ത് ചെയ്യും? ഈ 50 കംപ്ലീറ്റ്ലി കൺസിഡർ ചെയ്യുമോ? ഇല്ല, എനിക്കതിൽ എന്തിൻ്റെ ആവശ്യമുള്ളൂ? 20Kൻ്റെ ആവശ്യമുള്ളൂ, 50 ഫുള്ളായിട്ട് വേണ്ട. സോ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ എനിക്ക് 2 ഇയേഴ്സ് ആയി അല്ലേ. ആദ്യം 50K ഫസ്റ്റ് ഇയറിൽ കിട്ടി, സെക്കൻഡ് ഇയറിലാവുമ്പോൾ എത്ര കിട്ടി? 30K കിട്ടി. ഇനി തേർഡ് ഇയറിൽ എനിക്ക് എന്ത് വേണ്ട? എനിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള 50 വേണ്ട, അതിൽ 20,000 മാത്രം മതി. അപ്പോൾ ഞാൻ അവിടെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കും. അതായത് 20K മതി എത്രയിൽ? 50Kയിൽ. എത്രയാ 20/50? 0.4 എന്ന് കിട്ടും. 0.4 എന്ന് കിട്ടും. അപ്പം എനിക്ക് എത്ര ഇയേഴ്സ് വന്നു? എനിക്ക് എത്ര ഇയേഴ്സ് വേണ്ടി വന്നു പേ ബാക്ക് ആവാനായിട്ട്? 1 ഇയർ, 2 ഇയർ, തേർഡ് ഇയർ ഫുള്ളുണ്ടോ? ഇല്ല, തേർഡ് ഇയർ ഫുള്ളും ഇല്ല. അവിടെ നമ്മൾ എന്ത് എടുക്കുള്ളൂ? 0.4 എടുക്കുള്ളൂ. സോ 2.4 എന്ന് കിട്ടും. 2.4 ഇയേഴ്സ്. ഇതാണ് എൻ്റെ പേ ബാക്ക് പീരീഡ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, നമ്മൾ തേർഡ് ഇയർ ഫുള്ളായിട്ട് കൺസിഡർ ചെയ്യില്ല. തേർഡ് ഇയറും കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ടോട്ടൽ ഇൻഫ്ലോ എത്രയാവും? 50 + 30 + 50, ദാറ്റ് ഈസ് 130 എന്ന് വരും. എനിക്ക് 130 ആണോ ഇൻവെസ്റ്റ് ചെയ്തത്? അല്ല, ഞാൻ നോക്കേണ്ടത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത 100K, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 100K എനിക്ക് തിരിച്ച് പിടിക്കാനായിട്ട് എത്ര പീരീഡാണ് എടുക്കുന്നത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ 3 ഇയേഴ്സ് കംപ്ലീറ്റ്ലി എടുക്കുന്നില്ല, നമ്മൾ ആ തേർഡ് ഇയറിന് 20K മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ 20K ഡിവൈഡഡ് ബൈ 50K എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 0.4 എന്ന് കിട്ടും. സോ ടോട്ടൽ നമ്മൾ ആ ഒരു 100K തിരിച്ചു പിടിക്കാനായിട്ട് 2.4 ഇയേഴ്സേ എടുക്കുന്നുള്ളൂ, 3 ഇയേഴ്സ് എടുക്കുന്നില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഇയർ 0-ൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് 150K ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 150K ആണ് ഇയർ 0-ൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇയർ 1-ൽ എനിക്ക് കിട്ടിയ ഇൻഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50K ആണ്. ഇയർ 2-ൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് സേ ഒരു 30K ആണ്. ഇയർ 3-ൽ എനിക്ക് കിട്ടിയ ഇൻഫ്ലോ ഒരു 20K ആണ്. ഇയർ 4-ൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫ്ലോ ലെറ്റ്സ് സേ ഒരു 60K ആണ്. ഇയർ 5-ൽ ഒരു 60K ആണ്. അപ്പം നേരത്തെ ചെയ്തത് മനസ്സിലായിട്ടുള്ള ആൾക്കാർ ഒന്ന് ഒറ്റയ്ക്കൊന്ന് ചെയ്ത് നോക്കി. മനസ്സിലാവാത്തൊരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, പെട്ടെന്ന് ഒരു 30 സെക്കൻഡ് തരും. നേരത്തെ ചെയ്തത് മനസ്സിലായവരൊന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കാം. കിട്ടിയോ? ആൻസർ കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ടോട്ടൽ എത്രയാണ് തിരിച്ചു പിടിക്കാനായിട്ടുള്ളത്? അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടുകയാണ്. എത്രയാണ് തിരിച്ചു പിടിക്കാനായിട്ടുള്ളത്? 150 ആണ് അല്ലേ. 150K ആണ് നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ടുള്ളത്. ഇയർ 1-ൽ എനിക്ക് എത്ര കിട്ടി? 50K കിട്ടി. ഇയർ 1-ൽ എനിക്ക് 50K റവന്യൂ ഉണ്ട്. ഇയർ 2-ൽ എനിക്ക് എത്ര ഉണ്ട്? 30K ഉണ്ട്. അപ്പോൾ എത്രയായി? 80 ആയി അല്ലേ. 80 ആയി. ഇയർ 3-ൽ എനിക്ക് 20 ആയി, 20K ഉണ്ട്. സോ ടോട്ടൽ 100K ആയി. അപ്പം
ഇയർ 1 ആയി, 2 ആയി, 3 ആയി, ടോട്ടൽ 3 years ആയി. ഇനി എനിക്ക് എത്രയും കൂടി ആവശ്യമുണ്ട്? എനിക്കൊരു 50K ആവശ്യം കൂടിയാണുള്ളത് അല്ലേ? അതായത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഇയർ 0 ഇൻവെസ്റ്റ് ചെയ്ത 150K തിരിച്ചു കിട്ടാനായിട്ട് എനിക്ക് എന്ത് വേണം? ഒരു 50K കൂടിയാണ് എനിക്ക് വേണ്ടത് അല്ലേ? പക്ഷേ ഇയർ 4ലേക്ക് നോക്കുമ്പം അവിടെ ഇൻഫ്ലോ 60K ആണ്. ആ 60K കംപ്ലീറ്റ്ലി എനിക്ക് വേണോ? വേണ്ട. എനിക്ക് എന്തേ വേണ്ടു? 50K വേണ്ടു. അപ്പോൾ ഈ ഒരു 60Kയിൽ ഞാൻ ആകെ എടുക്കുന്നത് 50K ആണ്. ഞാൻ ആകെ എന്തേ എടുക്കുള്ളൂ? 50K മാത്രമേ അതിൻ്റെ ഇൻഫ്ലോന്ന് എടുക്കുള്ളൂ. സോ ആ റേഷ്യോ എത്രയാണ് വരിക? എനിക്ക് വേണ്ടത് 50K ആണ്. എത്രയിൽ നിന്ന്? 60K എന്ന്. സോ 50 ഡിവൈഡഡ് ബൈ 60 ദാറ്റ് ഈസ് 0.83 എന്ന് കിട്ടും. 0.8333 അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് 0.83 എന്ന് എടുക്കാം. സോ എത്ര ഇയേഴ്സ് ആണ് ആവുന്നത്? കംപ്ലീറ്റ് ആയിട്ട് ഇയർ 1 വേണം, ഇയർ 2ൽ ഇൻഫ്ലോ വേണം, ഇയർ 3ൽ ഇൻഫ്ലോ വേണം. സോ 3 എന്ന് ഞാൻ എഴുതി. 4ന് ഫുള്ള് വേണോ? വേണ്ട. 4ന് എത്രയേ വേണ്ടൂ? 0.83. മനസ്സിലായോ? നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഇയറിൻ്റെ ഇൻഫ്ലോനെ എടുക്കുന്നുണ്ടെങ്കിൽ ആ 1 തന്നെ എടുക്കാം. ഒരു വർഷം തന്നെ ആയിട്ട് കൂട്ടാം. ഫസ്റ്റത്തെ വർഷം വേണം, രണ്ടാമത്തെ വർഷം വേണം, മൂന്നാമത്തെ വർഷം വേണം, നാലാമത്തെ വർഷം ഫുള്ളായിട്ട് വേണ്ട. കാരണം 60K കംപ്ലീറ്റ്ലി നമുക്ക് വേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് എന്തേ ആവശ്യമുള്ളൂ? 50K ആവശ്യമുള്ളൂ. സോ ഒരു വർഷം ഫുള്ള് വേണ്ട, 0.83 ഇയേഴ്സ് മതി. 0.83 ഇയേഴ്സ് മതി. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ കൂടെ ആ 0.83 കൂടി ആഡ് ചെയ്യുമ്പോൾ 3.83 ഇയേഴ്സ്. 3.83 ഇയേഴ്സ് ആണ് നമ്മളുടെ പേ ബാക്ക് പീരീഡ്. അതായത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ 150 നമുക്ക് തിരിച്ചു കിട്ടാനായിട്ട് 3.83 ഇയേഴ്സ് മതി. ക്ലിയർ ആണോ? നമുക്കൊന്നുകൂടെ ചെയ്ത് നോക്കാം. 500K ആണ് ഞാൻ ഇയർ 0ൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇയർ 1ൽ എനിക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200K ആണ്. ഇയർ 2ലും 200K ആണ്. ഇയർ 3ൽ 150K ആണ്. ഇയർ 4ൽ 200K ആണ്. ഇയർ 5ൽ 150K ആണ്. പെട്ടെന്ന് ചെയ്ത് നോക്കിയടാ, ഒരു 30 സെക്കൻഡ്സ് അത്ര പോരെ? 30 സെക്കൻഡ്സ് കൊണ്ട് ഇതിൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കിയേ. പെട്ടെന്ന് ചെയ്യാൻ നോക്കിയേ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കിവിടെ തിരിച്ചു പിടിക്കേണ്ടത് എത്രയാ? അതായത് നമ്മൾ ഇയർ 0ൽ ഇൻവെസ്റ്റ് ചെയ്തത് എത്രയാ? 500K ആണ് അല്ലേ? 500K ആണ്. ഇയർ 1ൽ എനിക്ക് 200K കിട്ടി. ഇയർ 2ൽ എനിക്ക് 200K കിട്ടി. പ്ലസ് ദെൻ ഇയർ 3ൽ ഇനി എനിക്ക് എത്ര ആവശ്യമുള്ളൂ? 200 + 200. ഇനി എനിക്കൊരു 100ൻ്റെ ആവശ്യമുള്ളൂ. 100K, അതായത് 100K ആവശ്യമുള്ളൂ. പക്ഷേ ഇയർ 3ൽ നോക്കുമ്പോൾ 150K ഉണ്ട്. അപ്പോൾ ഇയർ 3 ഫുള്ളായിട്ട് ഞാൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. എനിക്ക് ആ 150ൽ 100K മാത്രം മതി. അപ്പോൾ റേഷ്യോ എത്രയാ? 100 ഡിവൈഡഡ് ബൈ 150. 150ൽ 100 മാത്രം മതി. സോ 100 ഡിവൈഡഡ് ബൈ 150 ദാറ്റ് ഈസ് 0.666 എന്ന് കിട്ടും. 0.666. അപ്പോൾ ഞാൻ ഇയർ 1 കംപ്ലീറ്റ് ആയിട്ട് എടുത്തു, ഇയർ 2 കംപ്ലീറ്റ് ആയിട്ട് എടുത്തു, ഇയർ 3 കംപ്ലീറ്റ് ആയിട്ട് എടുക്കുമോ? ഇല്ല. കാരണം എന്താ? എനിക്ക് 100 മതി, 150 വേണ്ട. സോ 100 ഡിവൈഡ് ബൈ 150 ദാറ്റ് ഈസ് 0.66. അപ്പോൾ നമ്മളുടെ പേ ബാക്ക് പീരീഡ് എത്രയാണ്? 2.66 ഇയേഴ്സ്. സിമ്പിൾ അല്ലടാ? സിമ്പിളായിട്ട് മനസ്സിലാക്കിക്കൂടെ? നമ്മൾ ഇനീഷ്യലി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ എത്ര വർഷം കൊണ്ടാണ്, എത്ര പീരീഡ് കൊണ്ടാണ് നമ്മളിലേക്ക് ബാക്ക് ആയിട്ട് വരുന്നത്? ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്. സിമ്പിളായിട്ടുള്ള മെത്തേഡ് അല്ലേ? സോ ഈ മെത്തേഡ് ഉപയോഗിക്കുമ്പം നമ്മളുടെ അടുത്ത് ഡിഫറെൻറ്റ് പ്രൊജക്ട്സ് ഉണ്ടെങ്കിൽ ആ ഓരോ പ്രൊജക്ട്സിൻ്റെയും പേ ബാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വർഷം കൊണ്ടാണ് ഓരോ പ്രൊജക്ട്സിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളിലേക്ക് തിരിച്ചു കിട്ടാൻ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റാങ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഏറ്റവും പെട്ടെന്ന് തിരിച്ചു കിട്ടുന്നത് റാങ്ക് 1 ആയിട്ടും, ഏറ്റവും ലാസ്റ്റ് തിരിച്ചു കിട്ടുന്നത്, അതായത് ഏറ്റവും കൂടുതൽ ഇയേഴ്സ് എടുത്തിട്ട് തിരിച്ചു കിട്ടുന്നത് ഏറ്റവും റാങ്ക് കുറവായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റാങ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള ആദ്യത്തെ മെത്തേഡാണ് എന്ത്? പേ ബാക്ക് മെത്തേഡ് അല്ലെങ്കിൽ പേ ബാക്ക് പീരീഡ് മെത്തേഡ്. നമ്മൾ പേ ചെയ്ത എമൗണ്ട് എത്ര പീരീഡ് കൊണ്ടാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്? ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾക്ക് ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് അഡ്വാൻറ്റേജ് എന്തൊക്കെയായിരിക്കും ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ്? ഭയങ്കര സിമ്പിളല്ലേ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്? സെക്കൻഡ്സോട് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ? ഓരോ ഇയേഴ്സിൻ്റെയും ലൈക്ക് നമ്മൾ ആദ്യം ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണെന്ന് നോക്കി, എത്ര ഇയേഴ്സ് കൊണ്ടാണ് അത് തിരിച്ചു കിട്ടുന്നത് നോക്കി. ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നില്ല, വേറെ ഒരു കാര്യങ്ങളും ഇല്ല, പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? ദെൻ ഒരു പ്രിലിമിനറി ആയിട്ട്, അതായത് നമ്മൾ ബാക്കിയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് മുന്നേ
എത്ര വർഷം കൊണ്ടാണ് നമ്മൾക്ക് ആ ഒരു പേ ചെയ്തത്, അതായത് നമ്മൾ തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അതിനെ ഒന്ന് റാങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രിലിമിനറി റാങ്കിങ്ങാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളൊന്ന് റാങ്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഇന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ഇത്ര വർഷം കൊണ്ടാണ് കിട്ടുന്നത്. ഒരു പ്രിലിമിനറി തുടക്കത്തിലുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു മെത്തേഡിനെ നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രിലിമിനറി സ്ക്രൂട്ടിനിക്ക് വേണ്ടിയിട്ട്. ഇതിന് ശേഷം നമ്മൾ വേറെയും കാര്യങ്ങൾ കൺസിഡർ ചെയ്യലുണ്ടാവും. പക്ഷെ തുടക്കത്തിൽ നമ്മളൊരു തീരുമാനമൊക്കെ എടുക്കാനായിട്ട് ഓക്കെ ഇങ്ങനെ റാങ്ക് ചെയ്തു. ഇനി ഇതിൻ്റെ മേലെ വീണ്ടും ഓരോരോ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ ഇതിനെ ഓർഡർ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ പ്രിലിമിനറി സ്ക്രൂട്ടിനിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ മെത്തേഡിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഒരു ഇൻവെസ്റ്റ്മെന്റ് ലിക്വിഡിറ്റീനെ, അതായത് ചില കമ്പനീസ് ഭയങ്കരമായിട്ട് റീഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനീസ് ആയിരിക്കും. അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റിന് ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് എടുത്ത് അടുത്ത കമ്പനിയിൽ എന്ത് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അടുത്ത ഇൻവെസ്റ്റ്മെന്റിൽ എന്ത് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ റീഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനീസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് അറിയേണ്ടി വരും ഈ ഇൻവെസ്റ്റ്മെന്റ് എത്ര കൊല്ലം കൊണ്ടാണ് എനിക്ക് തിരിച്ചു കിട്ടുക, എന്നിട്ട് വേണം ആ എമൗണ്ട് എനിക്ക് അടുത്ത ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. സോ ഒരു ഇൻവെസ്റ്റ്മെന്റ് എത്ര വർഷം കൊണ്ടാണ് തിരിച്ചു കിട്ടുക, എത്ര പെട്ടെന്ന് കിട്ടുന്നോ അത്രയും പെട്ടെന്ന് അവർക്ക് റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ലിക്വിഡിറ്റീനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ലിക്വിഡിറ്റീനെ നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഭയങ്കര ലിക്വിഡ് ആണോ, അതായത് പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണോ, അല്ലെങ്കിൽ ലിക്വിഡിറ്റി കുറവാണോ, അതായത് ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു കിട്ടോ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അസസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുമ്പോൾ അഡ്വാൻറ്റേജ് എന്തായിരിക്കും നിങ്ങൾക്ക് തന്നെ അറിയാം. പറഞ്ഞോ അതായത് ഇതിൽ നമ്മൾ ചെയ്യാത്ത കാര്യം, അതായത് ടൈം വാല്യൂ ഓഫ് മണീനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല അല്ലേ. നമ്മൾ എല്ലാ വർഷവും ലൈക്ക് ഇയർ 2ൻ്റെ അകത്ത് 200K ഇന്നത്തെ 200K വാല്യൂ ഉണ്ടാവില്ല. ഇയർ 3 ആകുമ്പം 150K ഇന്നത്തെ 150K വാല്യൂ ഉണ്ടാവില്ല. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് എന്തിൽ പഠിക്കും, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് മെത്തേഡിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പം ഇത് മാത്രം മനസ്സിലാക്കുക. ടൈം വാല്യൂ ഓഫ് മണീൻ്റെ, പൈസേൻ്റെ മൂല്യത്തിന് നമ്മളിവിടെ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഇതിൻ്റെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ടൈം വാല്യൂ ഓഫ് മണീനെ കൺസിഡർ ചെയ്യുന്നില്ല. അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും, നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത, ലെറ്റ്സ് സേ ഇവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് 500K ആണ് അല്ലേ, 500K ആണ്. ഈ ഇൻവെസ്റ്റ്മെന്റ് എത്ര കാലം കൊണ്ടാണ് എനിക്ക് തിരിച്ചു കിട്ടുന്നത് അല്ലേ, ആ ഇൻവെസ്റ്റ്മെന്റ് എത്ര കാലം കൊണ്ടാണ് എന്നിലേക്ക് തിരിച്ചു വരുന്നത്, എത്ര, ഇവിടെ 2.66 years ആണ്. അത് മാത്രമേ നമ്മൾ ഇവിടെ നോക്കുന്നുള്ളൂ. അതിനുശേഷം വരുന്ന ഇൻഫ്ലോസ്, അതിനുശേഷം വരുന്ന പ്രോഫിറ്റിനെ പറ്റി നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നില്ല. ഇതിനുശേഷം ഈ ഇയർ 3ക്ക് ശേഷം വരുന്ന ക്യാഷ് ഫ്ലോസ്, ഇയർ 4 വന്ന ക്യാഷ് ഫ്ലോ, ഇയർ 5 വന്ന ക്യാഷ് ഫ്ലോ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. സോ ആ ഒരു പേ ബാക്ക് പീരീഡ് കഴിഞ്ഞ് വരുന്ന ക്യാഷ് ഫ്ലോസിനെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതിനും കൺസിഡർ ചെയ്യണ്ടേ, അതും നമ്മളുടെ പ്രോഫിറ്റ് അല്ലേ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് കഴിഞ്ഞ് നമ്മൾക്ക് തിരിച്ചു കിട്ടുന്നതൊക്കെ എന്താണ്, നമ്മളുടെ പ്രോഫിറ്റ് ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ മെത്തേഡിൽ കൺസിഡർ ചെയ്യുന്നില്ല. ഡസ് നോട്ട് കൺസിഡർ inflow after payback period. അതായത് പേ ബാക്ക് പീരീഡ് കഴിഞ്ഞ് വരുന്ന ബാക്കിയുള്ള ഇൻഫ്ലോസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അത് ഇതിൻ്റെ എന്താണ്, ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നല്ല രീതിയിൽ മനസ്സിലായോ ഈ സെഷൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായോ, ഈ ഒരു ടോപ്പിക് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ. പേ ബാക്ക് പീരീഡ്, നമ്മൾ ഇയർ 0ൽ പേ ചെയ്ത എമൗണ്ട് എത്ര പീരീഡ് കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എത്ര പീരീഡിനെ കൊണ്ടാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്, പേ ബാക്ക്. ക്ലിയർ അല്ലേ, സിമ്പിൾ അല്ലേ. സോ ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ അനാലിസിസിൻ്റെ വീഡിയോസും കൂടി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ ചെയ്യുക. ഇതും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു സെഷനിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും കുറച്ചും കൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.